എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. നമ്മുടെ വാർത്താമാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയമായ ലോക്കപ്പ് മർദ്ദനത്തിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ പുറത്തു വരാൻ തുടങ്ങിയിട്ട് 2-3 ആഴ്ചയായെങ്കിലും നമ്മുടെ ബഹുകുത്ത് മുഖ്യമന്ത്രി ഇതുവരെ അതേപ്പറ്റി ഒന്നും ഉരിയാടിയിട്ടില്ല. പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഊമപ്പണ്ണിന് ഉരിയാടാ പയ്യനെന്ന് പറഞ്ഞ കണക്ക് ഒരു ഉരിയാടാ പയ്യനായിട്ട് മാറുകയാണ് ഇദ്ദേഹത്തിൻ്റെ പതിവ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം LDF സമ്മേളനത്തിൽ അദ്ദേഹം തൻ്റെ വായിൽ നാക്കുണ്ടെന്ന് തെളിയിച്ചു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കസ്റ്റഡി മർദ്ദന പരമ്പരയെക്കുറിച്ച് മുഖ്യമന്ത്രി ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിക്കുന്നു. പോലീസ് അതിക്രമങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നും പർവ്വതീകരിച്ച് കാണിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും LDF യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അതിൻ്റെ പിന്നീട് ഇനിയാണ് വരുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇങ്ങനെ കൂട്ടത്തോടെയുള്ള ആക്രമണം പ്രതീക്ഷിക്കണം. ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും അത് തുടരും. ഇതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് ഇലക്ഷൻ അടുത്തുകൊണ്ടാണ് ഈ വാർത്തകൾ വെളിയിൽ വന്നതെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത നുണയും യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഇദ്ദേഹത്തിന് മനസ്സോ ഒരു മനസാക്ഷിയോ ഒരു മനുഷ്യകുലത്തിൽ പിറന്നവനാണെന്ന് പോലും നമുക്ക് അത്ഭുതം തോന്നും. അല്ലെങ്കിൽ ഈ ഇത്രയും തെളിവ് സഹിതം ഇവരുടെ സൈബർ കടന്നുകൾ പറയുന്നത് എന്നോ നടന്ന സംഭവത്തിൻ്റെ വീഡിയോ ഒന്നും ഒരു പ്രസക്തമല്ലെന്നാണ് അവർ പറയുന്നത്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നത് ഒരു ശബ്ദശകലം മാത്രമാണ്, അത് ഭയങ്കര പ്രസക്തമാണ്. പക്ഷേ ഇവരുടെ കാര്യത്തിൽ വീഡിയോ തെളിവ് വന്നാൽ പോലും അത് പ്രസക്തമല്ല. അപ്പോൾ ഈ വീഡിയോ ഇതെല്ലാം ഇലക്ഷൻ പ്രമാണിച്ചുണ്ടാക്കിയതാണെന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് നിയമസഭയിൽ ഇതിനെപ്പറ്റിയുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുക. ഏതാണ്ട് ഡസൻ കണക്കിന് ഈ ലോക്കപ്പ് മർദ്ദനത്തിനെ പറ്റിയുള്ള കംപ്ലൈൻറ്റുകൾ നമ്മുടെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ MLA-മാരും അക്കമിട്ട് നിരത്തി. പക്ഷെ അതൊന്നും മുഖ്യമന്ത്രി അംഗീകരിക്കത്തില്ല. മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാഗൺ ട്രാജഡി നടന്ന സംഭവത്തെ പറ്റിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലീസ് അങ്ങനെ ചെയ്തില്ലേ, അടിയന്തരാവസ്ഥയിൽ പോലീസ് ഇങ്ങനെ ചെയ്തില്ലേ, കോൺഗ്രസ് ഭരണകാലത്ത് എന്നെ മർദ്ദിച്ചില്ലേ, അതുകൊണ്ട് ഇപ്പോഴും പോലീസ് അങ്ങനെ തന്നെ പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അദ്ദേഹത്തിന് പോലീസിനെതിരെ ഒന്നും നടപടി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അന്ന് ഇതൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ എൻ്റെ പോലീസ്, അതായത് ഞാൻ നയിക്കുന്ന പോലീസ് ഇതൊക്കെ ചെയ്താൽ അതെല്ലാം അനുഭവിക്കണം എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ വാഗൺ ട്രാജഡിയും ഇപ്പോഴത്തെ ഈ ലോക്കപ്പ് മർദ്ദനവുമായിട്ട് താരതമ്യം ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്താണ് ഇദ്ദേഹത്തിന് പറ്റിയത്? ഇദ്ദേഹത്തിൻ്റെ മനസാക്ഷി എവിടെ പോയിരിക്കും? ഇദ്ദേഹത്തിൻ്റെ കല്ലല്ല ഇരുമ്പല്ല എന്ന് പറയുന്നത് കല്ലോ ഇരുമ്പോ മറ്റോ ആണോ അദ്ദേഹത്തിൻ്റെ മനസ്സ്? അല്ലെങ്കിൽ ഒരുമാതിരിപ്പെട്ട മനസാക്ഷിയുള്ളവർക്ക് ആർക്കും ഇത് പറയാൻ പറ്റത്തില്ല. അതൊരു വശം. മുഖ്യമന്ത്രിയുടെ ഈ നിയമസഭയിലുള്ള മറുപടിയാണിത്. അതായത് പ്രതിപക്ഷം ലോക്കപ്പ് മർദ്ദനത്തിനെക്കുറിച്ചൊരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. അവർ അതിനെ അനുകൂലിക്കുന്ന കുറേ തെളിവുകൾ നിരത്തി. പ്രതിപക്ഷ MLA-മാർ ആകാശകാന്തി എതിർത്തു. അടിയന്തരാവസ്ഥ കാലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മുഖ്യമന്ത്രിയാണെങ്കിൽ ഒരു പടി കൂടെ മുന്നിൽ കടന്ന് കുറുവടി പോലീസ്, ബ്രിട്ടീഷ് ഭരണകാലത്തെ പോലീസ് ഇവരൊക്കെ ചെയ്ത കാരണങ്ങൾ പറഞ്ഞ് അങ്ങനെ അതങ്ങ് തീർന്നു. ലോക്കപ്പ് മർദ്ദനം എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ ഇതോടെ തീർന്നു. അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി ഇത് കണക്ക് ഞഞ്ഞാപിഞ്ഞ മറുപടി. ഞഞ്ഞാപിഞ്ഞാന്നേ അതിന് പറയാൻ പറ്റുള്ളൂ. ഞഞ്ഞാപിഞ്ഞ എന്ന് പറഞ്ഞാൽ പോലും അതിനൊരു മാന്യതയുണ്ട്. ഇത് അത്ര പോലും മാന്യതയില്ലാത്ത ഒരു മറുപടിയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് അന്ന് അങ്ങനെ ചെയ്തില്ലേ, അതുകൊണ്ട് ഇന്ന് ഞങ്ങളിങ്ങനെ ചെയ്യും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം കേട്ട് അവിടെ ഇരിക്കുന്ന MLA-മാരെ സമ്മതിക്കണം. എത്ര ക്ഷമയുള്ളവരായിരിക്കണം ആ MLA-മാർ. അത്രയ്ക്ക് നമുക്ക് ഒരു വെറുപ്പ് തോന്നുന്ന ഒരു പ്രസംഗമാണ് അദ്ദേഹം അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇന്നത്തെ പത്രത്തിനകത്ത് വേറൊരു പരാമർശമുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി മുഖ്യമന്ത്രി ഉദ്ദേശിച്ചതാണ്. പത്രപ്രവർത്തകരോട് ചോദിച്ചപ്പോഴാണെന്ന്
LDF യോഗത്തിൽ പറഞ്ഞാണെന്ന് തോന്നുന്നു. ആ മാന്യൻ അവിടെ ഇരിക്കട്ടെ, നമ്മൾ തൊടാനൊന്നും പോകണ്ട, ആ മാന്യൻ അവിടെ ഇരുന്നോട്ടെ. ഇതിലും വലിയ മാന്യന്മാരവിടെ ഇരിക്കുക, അവർക്കൊന്നും യാതൊരു കുഴപ്പമില്ല. ആ മാന്യൻ അവിടെ ഇരുന്നോട്ടെ, നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ ചെയ്താൽ കൂടുതൽ പ്രശ്നമാകും, അതുകൊണ്ട് ആ മാന്യൻ അവിടെ തുടർന്നോട്ടാണെന്ന് ഇദ്ദേഹം പറയുന്നത്. അതായത് ഇത്ര വൾഗറായിട്ട് മറ്റേ ആളുകളെ കളിയാക്കാം, ആളുകളെ മറ്റേ ഫലസിക്കുക എല്ലാം ചെയ്യാം. പക്ഷേ അവരവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നല്ലതായിരിക്കണ്ടേ, എന്നിട്ടല്ലേ ആളുകൾ ഇത് പറയല്ല, അല്ലെങ്കിൽ അവരവർ നന്നായിരിക്കണ്ടേ. അതൊന്നും ഇപ്പം തന്നെ ഈ തൃശ്ശൂർ മറ്റേ പാർട്ടിയിൽ നടക്കുന്ന രഹസ്യങ്ങൾ അങ്ങാടിപ്പാട്ടാക്കി ഒരു പാർട്ടി പ്രവർത്തകൻ തന്നെ. അങ്ങനെ നാറാണക്കല്ല് ഇട്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്നതെന്ന് പറഞ്ഞു, ഉളുപ്പില്ലാതെ. നമുക്ക് അതിനെ പറ്റിയിട്ടുള്ളൊരു കാർട്ടൂണാണ്. അതായത് മറ്റേ ആ വിദ്വാൻ അവിടെ ഇരുന്നോട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ആ ഒരു ഡയലോഗാണ് നമ്മൾ എടുക്കുന്നത്. കുറേ മാന്യന്മാരുണ്ട്, പിന്നെ കുറേ വിദ്വാന്മാരുണ്ട്. ആ വിദ്വാൻമാരൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് ഈ വരയിൽ കൂടെ കാണാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് വരയിലോട്ട് കിടക്കാം. ഒരു വിദ്വാൻ അവിടെ ഇരിപ്പുണ്ട്, ആ വിദ്വാൻ അവിടെ തന്നെ ഇരുന്നോട്ടെ, നമ്മളൊന്നും ചെയ്യാൻ പോകണ്ട എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ മുഖ്യമന്ത്രി മറ്റേ കളിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇത് കാർട്ടൂണിൻ്റെ വിഷയം. കുറേ വിദ്വാൻമാരിരിക്കുന്ന എവിടെയെന്ന് നോക്കി, അദ്ദേഹത്തിൻ്റെ മടിയിലാണ്. അതാണ് നമ്മൾ ഇതിനകത്ത് വരയ്ക്കാൻ പോകുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആ വിദ്വാൻ അവിടെ ഇരുന്നോട്ടെ എന്ന് അദ്ദേഹം പറയുമ്പോൾ കൂടെയുള്ള വിദ്വാൻമാരെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. നമ്മുടെ മുകേഷ് ഒരു വിദ്വാനാണ്, നമ്മുടെ കടകംപള്ളി ഒരു വിദ്വാനാണ്, നമ്മുടെ മുകേഷ് കൊല്ലം MLA മുകേഷ് ഒരു വിദ്വാനാണ്. ആ വിദ്വാൻമാരെയൊക്കെ മടി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു കോൺഗ്രസ്സിലൊരു ഇവരുടെ ഒക്കെ കുറ്റം നോക്കിയാൽ താരതമ്യേന അത്ര കടുപ്പമല്ലാത്ത കുറ്റമുള്ള നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി അദ്ദേഹം ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ആ വിദ്വാൻ അവിടെ ഇരിക്കട്ടെ. അപ്പം മൗനം വിദ്വാന് ഭൂഷണം എന്നൊരു ചൊല്ലുണ്ട്. അത് കണക്കാക്കിയാണ് ഈ എൻ്റെ ലോകമർദ്ദനം ഇത്രയും ക്രൂരമായിട്ട് നടന്നിട്ടും ഇതുവരെ നമ്മുടെ വിദ്വാൻ മൗനം ഭജിച്ച് ഇരുന്നത്. ഇപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് നമ്മുടെ വിദ്വാൻ ഒന്ന് വാപൊളിച്ച് ഉര ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ വിദ്വാൻ്റെ മടിയിലിരിക്കുന്ന വിദ്വാൻമാരിൽ പ്രധാനം നമ്മുടെ പോലീസ് തന്നെ ആകട്ടെ. അതുകൊണ്ട് അതായത് ഇവരങ്ങ് ഒന്നും ചെയ്യത്തില്ല. നമ്മുടെ അജിത് കുമാറിനെ സംരക്ഷിച്ച കാര്യം നമുക്കറിയാമല്ലോ. അജിത് കുമാർ എത്ര തെറ്റ് ചെയ്താലും മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ സംരക്ഷിക്കും. അപ്പോൾ അത് കണക്കാണ് ഈ മർദ്ദക വീരന്മാരും പീഡക വീരന്മാരുമായ പോലീസിൻ്റെ കാര്യത്തിലും ഇദ്ദേഹം സ്വീകരിക്കുന്ന നടപടി അതുതന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു പോലീസ് വിദ്വാനാണ് ഈ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് ഇതാണ് ഉരുട്ടുന്ന ഒലക്ക. കസ്റ്റഡി പീഡനത്തിന് ഉപയോഗിക്കുന്ന ഒലക്കയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത്. കുറേ വിദ്വാൻമാരെ ഇദ്ദേഹം തീറ്റിപ്പോറ്റുന്നുണ്ട്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വന്തം വിദ്വാൻമാരായതുകൊണ്ട് അതിന് കുഴപ്പമില്ല. ഇതൊരു പോലീസ് വിദ്വാനാണ്. ഇത് പിന്നെ കടകംപള്ളി വിദ്വാനാണിത്. കടകംപള്ളി വിദ്വാനെ നമ്മളെ സ്വപ്ന സുരേഷ് വന്ന് വെളിപ്പെടുത്തിയതാണ്. അദ്ദേഹത്തിന് പെൺപിള്ളേരോ സ്ത്രീകളോ ഉള്ള വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളത്തില്ലെന്ന് വന്ന് പറഞ്ഞതാണ്. ഇത് നമ്മുടെ മുകേഷ് MLA ആണ്.
ഇവരെല്ലാം ഇരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മടിയിലാണ്. ഇത് നമ്മുടെ ഗണേഷ് കുമാറാണ്. ആ കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് മൗനം വിദ്വാന് ഭൂഷണം എന്നാണ് കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ആ വിദ്വാൻ അവിടെ ഇരുന്നോട്ടെ എന്നാണ് പിണറായി രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നോക്കുമ്പോൾ കുറേ വിദ്വാൻമാരെ മടി വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. ഈ ഡെമോൺസ്ട്രേഷനിൽ നിന്നും വിട പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.